പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന ആദർശിനോട് സത്യം പറയാൻ പോയതാണെന്ന് നവിക്ക് മനസ്സിലായി. നവി ചോദിക്കുന്നുണ്ട്, നീ എല്ലാ സത്യങ്ങളും ആദർശേട്ടനോട് തുറന്നു പറയാൻ പോയതാണല്ലേന്ന്. അപ്പോൾ ആദർശേട്ടൻ നമുക്ക് എത്ര നല്ല പാർട്ടിയാണ് തന്നിട്ടുള്ളത്, അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു തരുന്നത്, ഇനിയും സത്യം തുറന്നു പറയാതിരിക്കുന്നത് ശരിയല്ല എന്ന് പറയും. അപ്പോൾ നവിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, വളകാപ്പൊന്ന് കഴിഞ്ഞോട്ടെ, വളകാപ്പിന് ഇനിയും സ്വർണം മുത്തശ്ശി എനിക്ക് തരും, ഇനിയും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവും, അതിനുശേഷം ഞാൻ ഇതിനൊരു പരിഹാരം കണ്ടോളാം എന്ന് പറയാണ്. അപ്പം നയന ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ വളകാപ്പിന് ശേഷം ഈ സത്യം എല്ലാവരും തിരിച്ചറിഞ്ഞാൽ അവർക്കത് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശരിയാണ്, ഇങ്ങനെ എനിക്ക് എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നു, അതുപോലെയാണ് അബി എന്നെ ചതിക്കാൻ നോക്കിയത്. ഇനി എല്ലാവരും സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തപുരി തറവാട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിടും, അപ്പോഴും നീ അവിടെ തന്നെ കാണും, അപ്പോൾ നിനക്കും അത് തന്നെയാണല്ലോ ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പിന്നീട് എൻ്റെ വീട്ടിലേക്ക് പോലും എന്നെ കയറ്റില്ല. ഇനി എനിക്ക് അപ്പം ഞാൻ എന്താ ചെയ്യുക, എനിക്ക് ഇനി തെരുവിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, എനിക്ക് അതിനൊന്നും വയ്യ. അങ്ങനെ അത് ഞാൻ നടന്നിട്ടുണ്ട്. അബിയായിട്ട് ഞാൻ ഹോട്ടലിൽ താമസിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇനി എനിക്കതിന് പറ്റില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനല്ലേ കള്ളം പറഞ്ഞത്, ഞാൻ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടോളാം എന്ന് പറയുന്നുണ്ട്. നയന പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലെ ടെൻഷൻ എത്രയാണെന്ന് ചേച്ചിക്ക് അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ആ ഡോക്ടറോട് പറഞ്ഞതും മാത്രമേ നിന്നോട് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ ഇനി ഇത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കഴുത്തിൽ കത്തി കയറ്റിയിരിക്കും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നയന ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണോ എന്ന്. ഒരിക്കലും അല്ല എന്ന് പറയും, എനിക്കതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയാണ്. അപ്പം എന്തായാലും പിന്നീട് നിനക്ക് ആ ഫാമിലി ഡോക്ടർ പോലും എൻ്റെ കൂടെ നിന്നു. അപ്പോൾ സ്വന്തം അനിയത്തിയായ നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഞാൻ പറയുന്നത് ശരിയാണെന്ന് വെക്കേണ്ടി വരും, നിനക്ക് എന്നോട് അസൂയാണ് എന്നുള്ളത് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ശരി ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നയന. എന്നിട്ട് ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നീ എന്താ ചേച്ചി രണ്ടുപേരും കൂടെ എന്താ രഹസ്യം പറയാൻ പോയതെന്ന് ചോദിക്കും. അപ്പോൾ നീ എന്തോ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഒരു തെറ്റ് ചെയ്തു എന്നാണല്ലോ പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് നയന പറയുന്നുണ്ടായിരുന്നു, വളകാപ്പ് ചടങ്ങ് നടക്കാൻ പോവല്ലേ, അപ്പം അതിങ്ങനെ വലിയ ആഡംബരമായിട്ട് നടത്തണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അതെന്താ അങ്ങനെ ചോദിച്ചത്, എൻ്റെ അനിയനൊരു കുഞ്ഞ് ജനിക്കാൻ പോവല്ലേ, പിന്നീട് അത് ആർഭാടമായിട്ട് നടത്തണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് വേണ്ട, ചെറിയൊരു ഫംഗ്ഷനായിട്ട് മതി എന്നാണ് എൻ്റെ അഭിപ്രായം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശിന് അത് പറ്റില്ല, വലിയ ആർഭാടമായിട്ട് തന്നെ നടത്തണം, അനിയന് കുഞ്ഞ് ജനിക്കാൻ പോവല്ലേ. അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വളകാപ്പ് ചടങ്ങിൻ്റെ അന്ന് ഇങ്ങനെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ചേച്ചിക്ക് വലിയ കാര്യമായിട്ടൊന്നും കൊടുക്കാനൊന്നും പറ്റില്ല, അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേന്ന് പറയാണ്. അപ്പോൾ ഇത് തന്നെയാണോ നീ പറയാൻ വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആദർശ്. നീ അത് പറയുന്ന സമയത്ത് ഞാൻ പൊട്ടിത്തെറിക്കുന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ ഈ ഒരു കാര്യമാണോ, അപ്പോൾ ഈ കാര്യം കേട്ടാലേ ഞാൻ പൊട്ടിത്തെറിക്കുന്നത്, നിന്നോട് ആരാ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, കേരളത്തിനകത്തും പുറത്തും ഒക്കെ ജ്വല്ലറി നടത്തുന്നവരാണ് നമ്മൾ, അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ ഇങ്ങനെ അവൾക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നീട് ആർക്കാ കൊടുക്കുക എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് വളയോ മാലയോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ആദർശിന് അതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അതിനുള്ള അർഹതയൊന്നും ഇല്ലല്ലോ, അർഹതയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ രണ്ടുപേരും നമ്മുടെ വീട്ടിലേക്ക് വന്ന മരുമക്കളല്ലേ, അപ്പോൾ അതിനനുസരിച്ച് പെരുമാറിയല്ലേ പറ്റുള്ളൂ എന്ന് പറയാണ്. പിന്നീട് ഇനി ആദർശം കൂടെ അങ്ങനെ അവരുടെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട്, ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞിനെ ലാളിക്കണമെന്ന്, അപ്പോൾ നമ്മുടെ കാര്യമൊക്കെ നിനക്കറിയാലോ എന്ന് പറയും. എനിക്കറിയും, പക്ഷെ മറ്റുള്ളവർക്ക് അതൊന്നും അറിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ എന്തായാലും നമ്മുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ഇത് നടക്കാൻ പോകുന്നില്ല, ഈ കാര്യം ഒഴിച്ച് എന്ന് പറയുകയാണ്. ഞാനൊരു ദുഷ്ടനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് വേറെ വിവാഹത്തെ പറ്റി ചിന്തിക്കാന്നൊക്കെ പറയുമ്പോൾ നയനയ്ക്ക് ദേഷ്യമാവുന്നുണ്ട്. നയന പറയുന്നുണ്ട്, ഈ ഒരു താലി മാത്രമേ എൻ്റെ കഴുത്തിലുണ്ടാവുള്ളൂ, നിങ്ങൾ എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടാലും അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നൊക്കെ എനിക്കറിയാം, അപ്പോൾ ഒരു ദിവസം അതെല്ലാം മാറി എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദിവസം വരും, അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. പിന്നീട് രണ്ടുപേരും അവിടെ നിന്ന് എല്ലാവരും നിൽക്കുന്ന അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എവിടെയാണ് മക്കളെ നിങ്ങൾ പോയതെന്ന്. അപ്പോൾ വളകാപ്പ് ചടങ്ങിനെ കുറിച്ച് നയന അങ്ങനെ പറയാൻ വിളിച്ചുകൊണ്ട് പോയതാന്ന് പറയും. അപ്പോൾ നയന ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അത് വലിയ ആഡംബരമായിട്ട് നടത്തണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. പിന്നീട് അബിനോടാണത് മുൻകൈയെടുത്ത് മുത്തശ്ശി നടത്താൻ പറയുന്നത്. അപ്പോൾ വേണ്ട മുത്തശ്ശ, ഞാൻ നടത്തിക്കോളാം എന്നിങ്ങനെ ആദർശ് പറയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അനിയുടെ അച്ഛനാണെങ്കിലും പറയും, അവൻ നടത്തിക്കോട്ടെ എന്ന്, ആദർശ് നടത്തിക്കോട്ടെ എന്ന് പറയും കേട്ടോ. അപ്പോൾ നയനയ്ക്കാണെങ്കിലും അത് വലിയ ഇതായിട്ട് നടത്താനൊന്നും ഇഷ്ടമില്ല. പിന്നീട് ആദർശിനോടും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനി നിങ്ങളെപ്പോഴാണ് ഇങ്ങനെ ചടങ്ങ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് മുത്തശ്ശിനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, വളകാപ്പ് കഴിഞ്ഞ് മോളുടെ വീട്ടിലേക്ക് പോയാലും മോൾക്ക് എപ്പോഴാണ് തറവാട്ടിൽ വന്ന് നിൽക്കാൻ തോന്നുന്നു വെച്ചാൽ അവിടെ വന്ന് നിൽക്കാന്നൊക്കെ പറയാണ്. അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരു നാട്ടു നടപ്പില്ലല്ലോ എന്ന്, അതൊക്കെ പണ്ടല്ലേ, അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യമല്ലേ നോക്കുന്നത്, ഇപ്പോൾ മോൾക്ക് ഇഷ്ടം എവിടെയെന്ന് വെച്ചാൽ അവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ നയനയ്ക്ക് നവിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് നയനയാണെങ്കിലും അത് വലിയ ആർഭാടമായിട്ട് നടത്തണ്ടെന്ന് പറയുമ്പോൾ
ഇങ്ങനെ അതെന്താ മോളെ ആർഭാടായിട്ട് നടത്തിയാൽ ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ജനിക്കാൻ പോവല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കനക പറയുന്നുണ്ട്, അതല്ല കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഇനി ഒരുപാട് ചടങ്ങുകൾ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആർഭാടായിട്ട് നടത്താമെന്നായിരിക്കും മോൾ ഉദ്ദേശിച്ചതെന്ന് പറയാനുണ്ട്. അപ്പോൾ നയന പറയുകയും ചെയ്യുന്നുണ്ട് അത് ശരിയാണെന്ന്. എന്നിട്ട് പിന്നീട് നവ്യനോടൊന്ന് വന്നേന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നവ്യനെ വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ജലജ ഇങ്ങനെ കൂടെ പോകാനായിട്ട് അബിനോട് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അബിയാണെങ്കിലും അവരുടെ കൂടെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ആദർശയായിട്ട് എടുത്ത് നടത്തിക്കോളാം ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇതിൻ്റെ പിറകെ നിങ്ങൾ നയനമോൾക്ക് എന്ന വളകാപ്പ് നടത്താൻ ഒരു അവസരം തരാമെന്നൊക്കെ ആദർശിനോട് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ലല്ലോ, അപ്പോൾ നീ എന്താ മോനെ മുത്തശ്ശൻ ചോദിച്ചതിന് ഒരു മറുപടിയും പറയാത്തതെന്ന് ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആദർശ് ദേവയാനീനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനീനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ ദേവയാനി അതിനൊന്നും മറുപടിയൊന്നും പറയില്ല. പിന്നീട് മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയും. അതല്ല മുത്തശ്ശ, അതിന് ഇപ്പോൾ കുട്ടികളൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടാണെന്ന് പറയും. ആ സമയത്ത് ജയൻ പറയുന്നുണ്ടായിരുന്നു ഇതിനൊക്കെ ഒരു കാലമൊക്കെ ഉണ്ട്, അപ്പം അതിൻ്റെതായ സമയത്ത് നടക്കണം. ഇനിയിപ്പോൾ നൈനമോളാണ് അങ്ങനെ പറഞ്ഞു വെച്ചെങ്കിൽ നീ വേണം അവളെ പറഞ്ഞ് തിരുത്താനെന്ന് പറയാണ്. അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു ഞാനത് മോനോട് പറഞ്ഞതാണെന്ന്. ആ സമയത്ത് ജലജ ദേവയാനിയോട് പറയുന്നുണ്ട്, ഒരു കുഞ്ഞും കൂടെ ജനിച്ചാൽ പിന്നെ അവൾക്ക് അവിടെ അധികാരം സ്ഥാപിക്കാലോ, അതിനാണെന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് കനകേനെ കൊച്ചാക്കി കൊണ്ട് ചോദിക്കുന്നുണ്ട്, കനകയെ നീ ഫുഡിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചോ, അല്ല ഇങ്ങനെ നിൻ്റെ ബന്ധുക്കളൊക്കെ വരുന്ന സമയത്ത് നിനക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാലോ മരുമോൻ നടത്തിയ പാർട്ടിയാണെന്ന് പറഞ്ഞതെന്ന് പറയും. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും ഇങ്ങനെ ജലജേനെ വഴക്ക് പറയുന്ന രീതിയിൽ പറയുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു അവസരം കിട്ടാൻ നിൽക്കുകയാണ് അവൾ കനകേനെ ഇതാക്കാനെന്ന് പറയും. അപ്പോൾ കനകയാണെങ്കിലും പറയുന്നുണ്ട് ശരിയാണ് ജലജ പറഞ്ഞത്, ഞങ്ങൾ ഇതുപോലെ വലിയ പാർട്ടിയിലൊന്നും പങ്കെടുത്തിട്ടില്ല എന്ന് പറയും. പിന്നീട് നവീൻ നയനയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ വലുതായിട്ട് ഫംഗ്ഷൻ നടത്താന്ന് പറയുന്ന സമയത്ത് ചേച്ചിക്കെങ്കിലും പറയായിരുന്നില്ലേ ഇങ്ങനെ ചെറുതായിട്ട് നടത്തിയാൽ മതിയെന്ന്. ഞാൻ എന്തിനാ അങ്ങനെ പറയുന്നത്, വലുതായിട്ട് തന്നെ നടത്തിക്കോട്ടെ എന്നുള്ള ഒരു ഇതാണ് കേട്ടോ. ഇത്രയൊക്കെ നടന്നിട്ടും ചേച്ചിക്ക് ഒരു ഇതും ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. സാധാരണ സമയത്ത് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ മനസ്സിലൊരു കുറ്റബോധമെങ്കിലും ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നവ്യനോട് പറയുന്നുണ്ട്. അപ്പോൾ നവ്യാണെങ്കിലും ഭയങ്കര ആഘോഷത്തിൽ അങ്ങ് നിൽക്കുകയാണല്ലോ, അപ്പോൾ അതൊക്കെ നയനെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും നവ്യക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നൊന്നുമില്ല. എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ആദർശേട്ടൻ ഇപ്പോൾ ഈ പാർട്ടി ഇങ്ങനെ എനിക്ക് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്, അപ്പം നിനക്ക് അതിൻ്റെ അസൂയയാണെന്നൊക്കെ പറഞ്ഞ് നയനയോട് അങ്ങ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് എന്തായാലും രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ കാരണമാണ് നിനക്ക് അനന്തപുരി തറവാട്ടിലേക്ക് കയറാൻ പറ്റിയത്, ഞാനും അബി അങ്ങനെ ഒരു നാടകം കളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിനക്ക് ഒരിക്കലും അനന്തപുരി തറവാട്ടിലേക്ക് കയറാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ നിനക്ക് എന്നോട് അസൂയാണ്, എൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണ് ഏട്ടനും അനിയനും എന്നെ വില പേശിയത് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിയാണ് ചേച്ചി ഇങ്ങനെ ഐശ്വര്യ റായി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നയനയും പറയുന്നുണ്ടായിരുന്നു. ഓരോരോ പരിപാടികൾ നടക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ആകെ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നയനയുടെ സങ്കടം പറയുന്നുണ്ട്. അപ്പോൾ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, ഞാനല്ലേ കള്ളം പറഞ്ഞത്, അപ്പോൾ അത് ഞാൻ എങ്ങനെയും തീർത്തോളാം എന്നുള്ള രീതിക്ക് പറയുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് ഞാൻ ഓരോരോ സ്റ്റേജിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നടത്തുന്നില്ലേ. ഇപ്പോൾ വയറ് വെക്കേണ്ട സമയത്ത് വയറ് വെച്ചു, ഇപ്പോൾ ഇങ്ങനെ പാഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ടും ചേച്ചിക്ക് ഒരു കുലുക്കൂല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നയന പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ സംസാരിക്കുന്നതൊക്കെ അബി മറിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും പിന്നീട് ഇങ്ങനെ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, ഇങ്ങനെ അനന്തപുരി തറവാട്ടിലേക്ക് കയറിയത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഇതാണ്, അപ്പോൾ ഇങ്ങനെ കണ്ണീരോട് കൂടിയാണ് ഞാൻ ആ മണ്ഡപത്തിൽ മുഖം മറിച്ചിരുന്നത്, അപ്പം നിനക്കിപ്പോൾ അങ്ങനെയൊക്കെ പറയാം, ഇനിയിപ്പോൾ സത്യം എല്ലാവരോടും തുറന്നു പറഞ്ഞാൽ ഞാനാണല്ലോ പുറത്ത് പോകാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിനക്ക് അങ്ങനെ പറയണമെങ്കിൽ പറയാം, അപ്പോൾ എനിക്ക് അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞത് തന്നെ പറയേണ്ടി വരും, അപ്പോൾ എൻ്റെ കൂടെ ആ ഫാമിലി ഡോക്ടർ നിന്ന അത്രയും നിനക്ക് നിൽക്കാൻ പറ്റില്ല എൻ്റെ അനിയത്തിയായ നിനക്ക് എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിനക്ക് ഇനിയിപ്പോൾ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് എല്ലാവരോടും തുറന്നു പറയണമെങ്കിൽ തുറന്നു പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നവ്യ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോവുകയൊക്കെ ചെയ്യുന്നത്. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യടി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ രണ്ടുപേരും കൂടെ. പിന്നീട് അബിയാണെങ്കിൽ അവർ പോയി കഴിഞ്ഞ ശേഷം ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, അവർ തമ്മിൽ രണ്ടുപേരും വഴക്കാണെന്ന് മനസ്സിലായി, പക്ഷെ അവരുടെ സംസാരിച്ചൊന്നും കേൾക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ജലജയാണെങ്കിലും അവർ വരുന്ന കാണുന്ന സമയത്ത് ഇങ്ങനെ അബീൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടെ എന്താ പറഞ്ഞതെന്ന്. അപ്പോൾ ഞാൻ അവരുടെ പിറകെ പോയെങ്കിലും അങ്ങനെ എനിക്കൊന്നും വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റിയില്ല എന്ന് പറയും. അപ്പോൾ അതിനാണ് നിന്നെ ഇങ്ങനെ കൂടെ പറഞ്ഞ് വിട്ടത്, എന്ത് കാര്യം നിന്നെ ഏൽപ്പിച്ചാലും ഇങ്ങനെ തന്നെയാണല്ലോ, നീ ഒരു പൊട്ടനാണ്, എനിക്ക് തന്നെ പോയാൽ മതിയായിരുന്നു, അവർ രണ്ടുപേരും കൂടെ എന്തോ രഹസ്യം പറയാൻ പോയതാണെന്നൊക്കെ ജലജ പറയുന്നുണ്ടായിരുന്നു. അത് കണ്ടുപിടിച്ച് വരുന്നതിന് പകരം ഇപ്പം അവൻ വന്ന് പറയുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യാണ് കേട്ടോ.
പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ അവരുടെ കാര്യത്തിനെ കുറിച്ചും അപ്പോൾ ഒരു വീടാകുമ്പോൾ പലതരം അഭിപ്രായങ്ങളും ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മുത്തശ്ശനിങ്ങനെ പ്രായമായ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മനസ്സമാധാനമാണ്. അപ്പോൾ അതില്ലെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള ഇതിലൊക്കെ പറയുന്നുണ്ട്. എനിക്ക് 75 വയസ്സായി, വസുന്ധരയ്ക്ക് 70. ഇനിയിപ്പോൾ ഞങ്ങൾ അധികകാലം ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു ഇനിയൊരു 10-25 വർഷം അച്ഛനും അമ്മയും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഒരു 20 ദിവസമായാലും അത് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കണം എന്നുള്ളതിൽ മുത്തശ്ശൻ പറയാണ് കേട്ടോ. മനസ്സമാധാനം ഇല്ലാതാവുന്ന തോന്നിയ സമയത്താണ് ഞാൻ തറവാട് വെട്ടുമുറിച്ച് ഇങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിന്നതെന്ന് പറയണം. അപ്പോൾ ആദർശിൻ്റെ അച്ഛനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവുമോ, ആ വീട്ടിലൊരു ഒത്തൊരുമ ഉണ്ടാവില്ല, പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ വാർദ്ധക്യം ബാധിച്ചാൽ ഒരിക്കലും എന്തായാലും ഞങ്ങൾ വീണ് പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് കുട്ടിക്കാലത്ത് ഞങ്ങൾ വീഴാൻ പോയപ്പോൾ മുത്തശ്ശനല്ലേ കൈ പിടിച്ചത്, ഇനിയിപ്പോൾ മുത്തശ്ശൻ വീഴാതെ നോക്കേണ്ടത് ഞങ്ങളുടെ കടമയാണെന്നൊക്കെ പറയാണ്. ആ സമയത്ത് ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയാണ് ഞങ്ങളുടെ നെടുന്തൂണ് എന്ന് പറയുകയാണ്. അപ്പോൾ ആ നെടുന്തൂണ് എന്തായാലും ഒരിക്കൽ വീണ് പോകുമല്ലോ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വാർദ്ധക്യമൊക്കെ ബാധിച്ച് നരയൊക്കെ ബാധിച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തായാലും അവർ എന്തായാലും വീണ് പോകുമല്ലോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ കുറച്ച് മനസ്സമാധാനമാണ് കിട്ടേണ്ടതെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ കേട്ട് ആദർശ സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്.